ഇവിടെ തന്നെ കണ്ണൂർ ജില്ലയിലെടുത്താൽ 3 പേർക്ക് ജീവൻ നഷ്ടപ്പെടുന്ന അവസ്ഥ ഇതിനകം ഉണ്ടായിട്ടുണ്ട്. സംസ്ഥാനത്താകെ 26 പേർ മരണപ്പെടുന്ന നിലയുണ്ടായി. എല്ലാവരുടെയും വിയോഗത്തിൽ അഗാധമായ ദുഃഖം രേഖപ്പെടുത്തുകയും ആദരാഞ്ജലി അർപ്പിക്കുകയും ചെയ്തു. ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നവരുണ്ട്. അവരുടെ ദുഃഖത്തിലും ആശങ്കയിലും പൂർണ്ണമായും പങ്കുചേരുന്നു. ദുരന്തമുഖത്ത് പകച്ചു നിൽക്കുന്ന ജനങ്ങളെയാണ് കാണാൻ സാധിക്കുക. അപ്പം ജനങ്ങളെ ചേർത്ത് പിടിക്കാൻ കേരളമാകെ ഒറ്റക്കെട്ടായി നിൽക്കേണ്ട സമയമാണിത്. സർക്കാരിൻ്റെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് പ്രതിപക്ഷത്തിൻ്റെ പൂർണ്ണ പിന്തുണ ഉണ്ടാകും. നേരത്തെ തന്നെ അത് വ്യക്തമാക്കിയതാണ്. എന്നാൽ അതേസമയം സുരക്ഷ ഉറപ്പാക്കുന്നതിൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന വീഴ്ചകൾ ചൂണ്ടിക്കാണിക്കാതിരിക്കാൻ കഴിയില്ല. ഇവിടെ കണ്ണൂർ ജില്ലയിലെ ചെറുപുഴ, പേരാവൂർ മേഖലകളിൽ വലിയ നാശനഷ്ടമാണ് ഉണ്ടായത്. ചെറുപുഴയിൽ ജോസ്ഗിരിയിൽ ഉരുൾപൊട്ടിയുണ്ടായ റോഡ് തടസ്സം ഒരാഴ്ച വരെയായിട്ടും നീക്കാൻ കഴിഞ്ഞില്ല എന്നത് കടുത്ത അനാസ്ഥ തന്നെയാണ്. പുഴയിൽ കാണാത്തവരെ കണ്ടെത്തുന്നതിനും കാലതാമസം നേരിടുകയുണ്ടായി. നമ്മൾ നൂറ്റാണ്ടിലെ മഹാപ്രളയമായിരുന്നു 2018 നേരിട്ടത്. ഏകദേശം അതിന് സമാനമായ കാലവർഷക്കെടുതിയാണ് 2019 നമുക്ക് നേരിടേണ്ടി വന്നിരുന്നത്. ഇപ്പോൾ കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ വിലയിരുത്തുന്ന കാര്യത്തിലും ആവശ്യമായ മുൻകരുതലുകൾ എടുക്കുന്നതിലും ഭരണ സംവിധാനങ്ങൾക്ക് വേണ്ടത്ര ജാഗ്രതയുണ്ടായില്ല എന്ന വിമർശനം ഉയർന്നിട്ടുണ്ട്. അത് പരിശോധിക്കപ്പെടേണ്ട കാര്യമാണ്. ഇപ്പോഴത്തെ കെടുതികൾക്ക് കാരണമായ ജൂലൈ 31 അതിതീവ്ര മഴ, അത് ആരംഭിച്ച ഘട്ടത്തിൽ ആവശ്യമായ മുന്നറിയിപ്പോ മുൻകരുതലുകളോ ഉണ്ടായില്ല എന്ന പ്രത്യേകതയുണ്ട്. വയനാട് തുരങ്കപാത നിർമ്മാണ മേഖലയിലുണ്ടായ ദുരന്തം ഇത്തരമൊരു അനാസ്ഥയുടെ മറ്റൊരു ഉദാഹരണമാണ്. അതിതീവ്ര മഴ പ്രഖ്യാപിച്ചിട്ടും ചട്ടപ്രകാരം റെഡ് അലേർട്ട് സമയബന്ധിതമായി പ്രഖ്യാപിച്ചില്ല. മഴ നല്ല നിലക്ക് ആരംഭിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് അലേർട്ടുകൾ വന്നത്. അതേപോലെ തന്നെ മണ്ണിടിച്ചിൽ ഉണ്ടാവുമെന്ന മുന്നറിയിപ്പുകൾ ലഭിച്ചിട്ടും ആവശ്യമായ മുൻകരുതലുകൾ സ്വീകരിക്കാതെ പോയി. ഇവിടെ കേരളത്തിൻ്റെ ഒരു വലിയ നൊമ്പരമായി മാറിയതാണ് രാജേഷിൻ്റെ വിയോഗം. എല്ലാവരെയും കണ്ണീരിലാഴ്ത്തിയ സംഭവമാണ്. പ്രളയത്തിലകപ്പെട്ട
സഹജീവിയെ രക്ഷിക്കുന്നതിനിടെയാണ് ആ ചെറുപ്പക്കാരൻ്റെ ജീവൻ നഷ്ടപ്പെടുന്നത്. രക്ഷാപ്രവർത്തകൻ കൂടിയായിരുന്നു രാജേഷ്. അദ്ദേഹത്തിൻ്റെ മൃതദേഹം 4 ദിവസങ്ങൾക്ക് ശേഷമാണ് കണ്ടെത്താനായത്. അത്തരം ഒരവസ്ഥയിലുള്ള മൃതദേഹം തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോകുമ്പോൾ അതിന് ഒരു ഫ്രീസർ ആംബുലൻസ് പോലും ഒരുക്കാൻ കഴിഞ്ഞില്ല. വളരെ ആശ്ചര്യകരമായൊരു സംഭവമാണ്. ഇവിടുന്ന് പുറപ്പെട്ട് ഞാൻ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തു. സ്വാഭാവികമായും ദിവസങ്ങൾ കഴിഞ്ഞതുകൊണ്ടുള്ള ദുർഗന്ധമൊക്കെ വരുന്ന അവസ്ഥ. അങ്ങനെയൊക്കെ അവസ്ഥയിലാണ് ചാവക്കാട് വെച്ച് ഫ്രീസർ ഏർപ്പെടുന്നത്. അപ്പോൾ ഇതൊരു വീഴ്ച മാത്രമല്ല, വലിയൊരു അനാദരവായിട്ട് തന്നെ കാണേണ്ട കാര്യമാണ്. മറ്റൊരാൾക്ക് വേണ്ടി, മറ്റുള്ളവരെ രക്ഷിക്കുന്നതിന് വേണ്ടി ഉള്ള ശ്രമത്തിൽ ജീവൻ നഷ്ടപ്പെട്ട പ്രവർത്തകൻ ദുരന്തമുഖത്ത് സ്വയം സന്നദ്ധനായി വന്ന് കാര്യങ്ങൾ നിർവഹിക്കുന്നയാൾ. അദ്ദേഹത്തോട് കാണിക്കേണ്ട ആദരവ് ഉണ്ടായില്ല എന്ന് മാത്രമല്ല, വലിയ തോതിലുള്ള അനാദരവാണ് ഫലത്തിൽ കാണിച്ചത്. അതിതീവ്ര മഴ ആരംഭിച്ചപ്പോൾ ആ ഒറ്റ രാത്രി കൊണ്ട് റാന്നിയിൽ വൻ വെള്ളപ്പൊക്കമാണ് ഉണ്ടായത്. വലിയ നാശനഷ്ടം അവിടെ ഉണ്ടാവുകയും ചെയ്തു. ഇതേ സമയം മൂഴിയാർ ഡാം മുന്നറിയിപ്പില്ലാതെ തുറന്നുവിട്ടു. അതും ഇതിന് കാരണമായി. അവിടുത്തെ വ്യാപാരികൾക്ക്, നാട്ടുകാർക്ക് വലിയ തോതിലുള്ള നഷ്ടമാണ് ഉണ്ടായത്. ഓണക്കാലമായതുകൊണ്ട് വ്യാപാരികളൊക്കെ സ്വാഭാവികമായും സാധാരണയിൽ കൂടുതൽ സാധനങ്ങൾ സ്റ്റോക്ക് ചെയ്യുന്ന സമയമാണ്. വൻപിച്ച നാശനഷ്ടമാണ് അവിടെ ഉണ്ടായത്. ഇതിനാവശ്യമായ നഷ്ടപരിഹാരം അടിയന്തരമായി നൽകുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കേണ്ടതായിട്ടുണ്ട്. വിവിധ ജില്ലകളിലെ സ്ഥിതി ഗുരുതരമായി തന്നെ തുടരുകയാണ്. ആലപ്പുഴ, പത്തനംതിട്ട, ഇടുക്കി, കോട്ടയം ജില്ലകളിൽ പ്രളയസ്ഥിതിയാണ് ഉണ്ടായത്. അതിരൂക്ഷമായ സ്ഥിതിയാണ്. മഴക്ക് ശമനമില്ല. ഇത് മലയോര മേഖലകളിൽ വലിയ ആശങ്ക സൃഷ്ടിക്കുന്നു. കോട്ടയം ജില്ലയിൽ കിഴക്കൻ പ്രദേശങ്ങളായ പൂഞ്ഞാർ, മീനച്ചിൽ, ഈരാറ്റുപേട്ട മേഖലകളിൽ ഉരുൾപൊട്ടലും വെള്ളപ്പൊക്കവും വലിയ നാശനഷ്ടമാണ് ഉണ്ടാക്കിയത്. പൂഞ്ഞാർ തെക്കേക്കരയിൽ ഉരുൾപൊട്ടി ഉറങ്ങിക്കിടക്കുകയായിരുന്ന അമ്മയ്ക്കും മകനും റജീന ജോസഫിന് ജീവൻ നഷ്ടപ്പെട്ടത് അങ്ങേയറ്റം ദാരുണമാണ്. അയ്മനം, കുമരകം, ഏറ്റുമാനൂർ മേഖലകളിലായി 5000-ലധികം കർഷകർക്കാണ് നാശനഷ്ടങ്ങൾ ഉണ്ടായിരുന്നത്. കോട്ടയം ജില്ലയിൽ തന്നെ പറയുന്നത് 1086 ഹെക്ടർ കൃഷി നാശം വന്നിട്ടുണ്ടെന്നാണ്. വൻപിച്ച നഷ്ടമാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. 20 കോടിയോളം രൂപയുടെ
നഷ്ടമുണ്ടാകുമെന്നാണ് പറയുന്നത്. പത്തനംതിട്ടയിൽ റാന്നിയിൽ മാത്രമല്ല, ആറന്മുള, തിരുവല്ല ഭാഗങ്ങളിലും ആലപ്പുഴയിൽ ചെങ്ങന്നൂർ, കുട്ടനാട് മേഖലകളിലും പ്രളയ സാഹചര്യമാണ് നിലനിൽക്കുന്നത്. മണിമലയാർ, പമ്പ, അച്ചൻകോവിൽ നദികളിൽ വന്ന മഴവെള്ളമാണ് പ്രശ്നമായി മാറിയത്. ഇവിടുത്തെ വെള്ളം സുഗമമായി ഒഴിഞ്ഞു പോകുന്നതിന് തോട്ടപ്പള്ളിയിലെ പൊടി മുറിച്ച് വെള്ളം ഒഴുക്കേണ്ടതുണ്ട്. കുട്ടനാട്ടിലെ വെള്ളക്കെട്ടിനും ഇത് മാത്രമാണ് പരിഹാരം. സമാനമായി കോട്ടയത്തിൻ്റെ പടിഞ്ഞാറൻ മേഖലകളായ കുമരകം, തിരുവാർപ്പ് തുടങ്ങിയ മേഖലകളെ വെള്ളപ്പൊക്കത്തിൽ നിന്നും രക്ഷിക്കാൻ തണ്ണീർമുക്കം ബണ്ടിൽ അടിഞ്ഞുകൂടിയ പായലും മാലിന്യങ്ങളും അടിയന്തരമായി നീക്കം ചെയ്ത് നീരൊഴുക്ക് സുഗമമാക്കണം. വെള്ളത്തിനൊഴുകി പോകാനുള്ള സൗകര്യമുണ്ടാക്കണം. നിർഭാഗ്യകരമായ അവസ്ഥ നമ്മൾ ഓർക്കേണ്ടത്, കഴിഞ്ഞ LDF സർക്കാർ ഈ അടിഞ്ഞുകൂടിയ മണലും ചെളിയും മാറ്റുന്നതിന് ഫലപ്രദമായ നടപടികൾ സ്വീകരിച്ചിരുന്നു. അപ്പോൾ അതിനെതിരായി കോടതിയിൽ പോകുന്ന സ്ഥിതിയായിരുന്നു അന്നത്തെ പ്രതിപക്ഷം UDFൻ്റെ ഭാഗത്ത് നിന്നുണ്ടായത്. ഇതിൽ കാണേണ്ട ഒരു കാര്യം, ഇത്തരം കാര്യങ്ങളിൽ രാഷ്ട്രീയമോ വിവാദങ്ങളോ അല്ല വേണ്ടത്. കാലാവസ്ഥാ വ്യതിയാനം മൂലം അടിക്കടി ഉണ്ടാകുന്ന അതിതീവ്ര മഴ, ഇത് വലിയ തോതിൽ പ്രളയം തന്നെ ഉണ്ടാക്കുക. അപ്പോൾ അത് ശാശ്വതമായി തടയലാണ് പ്രധാനം. LDF സർക്കാർ ചില നടപടികൾക്ക് തുടക്കം കുറിച്ചിരുന്നു. ഈ നടപടികൾ 1-2 വർഷം കൊണ്ട് പൂർത്തിയാകുന്നതല്ല. സർക്കാർ സംവിധാനങ്ങളുടെ തുടർ പ്രവർത്തനം കൊണ്ടാണ് പൂർണ്ണതയിലേക്ക് എത്തിക്കാനും പരിഹാരം കാണാനും കഴിയും. ഇതോടൊപ്പം തന്നെ തീരദേശ മേഖല കടുത്ത പ്രയാസങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. കടലിൽ പോയി കാണാതായ വിഴിഞ്ഞത്തെ ജോൺ, മുതലപ്പൊടിയിലെ ഷിജിൻ, നീണ്ടകരയിലെ ഗൗതം ഒരാഴ്ച പിന്നിടുകയാണ്. ഇതേവരെ കണ്ടെത്താനായിട്ടില്ല. അവരുടെ കുടുംബങ്ങൾ തന്നെ പ്രത്യക്ഷ സമരപാത സ്വീകരിച്ചിരിക്കുകയാണ്. സമയബന്ധിതമായി ഹെലികോപ്റ്ററിൽ തെരച്ചിൽ നടത്തിയില്ല എന്ന ആക്ഷേപം ഉന്നയിക്കുന്നുണ്ട്. ബന്ധപ്പെട്ട മന്ത്രിമാര് സ്ഥലം സന്ദർശിക്കല്, അന്വേഷിക്കല്, ഫിഷറീസ് മന്ത്രി അതുപോലുള്ളവര് ഇവിടങ്ങളിൽ സന്ദർശിച്ചില്ല, അന്വേഷിച്ചില്ല എന്നൊക്കെയുള്ള പരാതിയും ഉയർന്നിട്ടുണ്ട്. ഇവരുടെ വേദനയിൽ പങ്കുചേർന്നുകൊണ്ട് അവരെ ആകെ ഒപ്പം നിർത്തുക, ഇതായിരിക്കണം ഈ ഘട്ടത്തിൽ നാം പൊതുവെ സ്വീകരിക്കുന്ന സമീപനം. അതിൽ ഉത്തരവാദപ്പെട്ടവരുടെ ഭാഗത്തു നിന്ന് അതിനനുസൃതമായൊരു സമീപനം ഉണ്ടായോ എന്ന് പരിശോധിക്കണം. ഇപ്പോൾ 100 കണക്കിന് ക്യാമ്പുകളാണ് സംസ്ഥാനത്തുള്ളത്. അവിടെ ആയിരക്കണക്കിന് ആളുകൾ കഴിയുന്നുണ്ട്. കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലായി ക്യാമ്പുകളിൽ 15,000-ലധികം ആളുകളുണ്ട്. പല
അടിസ്ഥാന സൗകര്യങ്ങളും എത്തുന്നില്ല എന്ന പരാതിയുണ്ട്. അപ്പോൾ സർക്കാർ അടിയന്തരമായി തന്നെ ഈ കാര്യങ്ങളിൽ ഇടപെടേണ്ടതായിട്ടുണ്ട്. ചങ്ങനാശ്ശേരിയിലെ ഒരു ക്യാമ്പിൽ സംഭവിച്ചൊരു കാര്യത്തെക്കുറിച്ച് അറിയുന്നത്, അവിടെ സ്ട്രോക്കിന്റെ ലക്ഷണങ്ങൾ കാണിച്ച ഒരു രോഗിയുണ്ടായി. ആ രോഗിക്ക് രാവിലെ മുതൽ വൈകുന്നേരം വരെ ആംബുലൻസ് സൗകര്യം ലഭ്യമാക്കാനായില്ല എന്നാണ്. ഇത് ഭരണ സംവിധാനങ്ങളുടെ ഭാഗത്ത് വരുന്ന വീഴ്ചയായിട്ട് മാത്രമേ കാണാൻ കഴിയൂ. കുമരകത്ത് ആംബുലൻസ് കിട്ടാത്ത കാരണം കൃത്യസമയത്ത് ആശുപത്രിയിൽ എത്തിക്കാൻ കഴിയാത്ത 2 പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടു എന്ന ആക്ഷേപവും ഉയർന്നിട്ടുണ്ട്. ഇവിടെ പ്രളയ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ എല്ലാവരും ഏകോപിതമായി നടത്തേണ്ടതാണ്. ഒരു തരത്തിലുള്ള രാഷ്ട്രീയ വിവേചനവും ഇക്കാര്യത്തിൽ ഉണ്ടാകാതിരിക്കണം. എല്ലാവരും ഒന്നിച്ചു നിന്നാണ് ഇത്തരം സാഹചര്യങ്ങളെ നേരിട്ടിരുന്നത്. അങ്ങനെ ഒന്നിച്ചു നിന്നുകൊണ്ട് ഈ ഉയർന്നു വന്ന സാഹചര്യങ്ങൾ മറികടക്കാൻ കഴിയേണ്ടതുണ്ട്. ദൗർഭാഗ്യകരമായ ഒരു കാര്യമാണ് പത്തനംതിട്ടയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. അവിടെ ജില്ലാ അവലോകന യോഗം നടന്നു. ആ യോഗത്തിൽ കോന്നി MLA KU ജനീഷ് കുമാറിനെ മാറ്റി നിർത്തുന്ന അവസ്ഥ വന്നു. മറ്റ് MLA-മാരെ എല്ലാവരെയും പങ്കെടുപ്പിക്കുകയും ചെയ്തു. അപ്പോൾ പ്രളയ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ നിന്ന് ഒരു പ്രതിപക്ഷ MLA-യെ മാറ്റി നിർത്തുന്നത് ഒരുപക്ഷെ സംസ്ഥാനത്തെ ആദ്യത്തെ സംഭവമായിരിക്കും. രക്ഷാപ്രവർത്തനത്തിലെയും ദുരിതാശ്വാസ ക്യാമ്പിലെയും പോരായ്മകൾ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്ന് കരുതിയാണോ ഇത്തരമൊരു വിവേചനം കാണിച്ചത്? പ്രതിപക്ഷ MLA-മാരുടെ മണ്ഡലത്തില് ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ കൃത്യമായി നടക്കേണ്ടതല്ലേ? അത് വേണ്ട എന്ന നിലപാട് ഉണ്ടോ? ജനപ്രതിനിധികള്, മത്സ്യത്തൊഴിലാളികള്, സന്നദ്ധ സംഘടനകള്, യുവാക്കള്, വിദ്യാർത്ഥികള്, അങ്ങനെ സമൂഹത്തിന്റെ എല്ലാ ഭാഗവും ചേർന്ന കൂട്ടായ്മയാണ് മുൻകാലങ്ങളിൽ ഈ പ്രവർത്തനത്തിൽ സജീവമായി പങ്കെടുത്തതും കാര്യങ്ങൾ ശരിയായ രൂപത്തിൽ നിർവഹിച്ചതും. അപ്പൊ ഇത്തരമൊരു ഏകോപനത്തിന്, എല്ലാവരെയും ചേർത്ത് നിർത്തുന്നതിന് സർക്കാർ തയ്യാറാവുകയാണ് വേണ്ടത്. ഈ പ്രതിസന്ധിയെ കേരളത്തിന് ഒരുമിച്ച് നേരിടാനാവണം. ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാൻ സർക്കാർ സംവിധാനങ്ങൾ കൂടുതൽ ഉണർന്ന് പ്രവർത്തിക്കണമെന്നുകൂടി ഈ ഘട്ടത്തിൽ ഓർമ്മിപ്പിക്കുകയാണ്. ഇത്രയാണ് ആമുഖമായി പറയാനുള്ളത്.